നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂരിൽ ആളൊഴിഞ്ഞ ചെങ്കല്ലുകാറിക്ക് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. യുവാവിന്റെ ബൈക്കും ചെരുപ്പുകളും സമീപത്തു നിന്നും കണ്ടെത്തി. കൂടല്ലൂർ കൊടിയൽപ്പറമ്പിൽ 32 വയസ്സുള്ള മിഥുൻ മനോജാണ് മരിച്ചത്. കൂടല്ലൂർ അതിരാണിക്കാവ് പ്രദേശത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തെ ഉപേക്ഷിക്കപ്പെട്ട ചെങ്കൽക്വാറിയോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 30 അടിയോളം താഴ്ചയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം. ഞായറാഴ്ച മിഥുനും സുഹൃത്തും കൂടി ചെങ്കൽക്വാറി പരിസരത്ത് എത്തിയിരുന്നതായാണ് വിവരം. തുടർന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് വെള്ളം വാങ്ങാൻ താഴെ പോയി മടങ്ങി വന്നെങ്കിലും മിഥുനെ സ്ഥലത്ത് കാണാതായതോടെ ഇയാൾ മടങ്ങിപ്പോവുകയായിരുന്നു. രാത്രിയിലും വീട്ടിൽ എത്താതായതോടെ മിഥുനു വേണ്ടി നാട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് തിങ്കളാഴ്ച രാവിലെ 11ഓടെ മൃതദേഹം ക്വാറിയുടെ സമീപത്തെ കുഴിയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. മിഥുന്റെ ബൈക്കും ചെരുപ്പുകളും പ്രദേശത്തു നിന്നും കണ്ടെത്തി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്ത് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി. നാട്ടിൽ ടൈൽസ് ജോലികൾ ചെയ്തുവരികയായിരുന്നു മിഥുൻ. അയ്യപ്പൻ കുഞ്ഞ ദമ്പതികളുടെ മകനാണ്. ചിഞ്ചുവാണ് ഭാര്യ. 2 വയസ്സുകാരി മിക മകളാണ്. പട്ടാമ്പി പാലത്തിന് സമീപത്തെ റോഡിലെ കുഴി അടയ്ക്കാൻ ഒടുവിൽ നാട്ടുകാർ രംഗത്തിറങ്ങി. അധികൃതരോട് പരാതി പറഞ്ഞ് മടുത്തതിനെ തുടർന്നായിരുന്നു നാട്ടുകാരുടെ ശ്രമദാനം. ഓരോ കുഴി ഫില്ലാക്കിട്ടോ. പട്ടാമ്പി പാലത്തിന് സമീപത്തെ റോഡിലെ കുഴികൾ അടയ്ക്കാൻ ഒടുവിൽ നാട്ടുകാർ രംഗത്തിറങ്ങി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച മെറ്റലെല്ലാം ഉപയോഗിച്ചാണ് റോഡിലെ വലിയ കുഴികൾ തൂർത്തത്. 2 ദിവസം മുമ്പാണ് മരം കയറ്റി വന്നിരുന്ന ലോറി ഈ കുഴിയിൽ അകപ്പെട്ട് ടൗണിൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടത്. അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പാലത്തിലും പാലത്തിന് സമീപത്തെ ഞാങ്ങാട്ടിരി ഭാഗത്തും വലിയ തോതിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഈ കുഴിയിൽ അകപ്പെടുന്നതും പതിവ് കാഴ്ചയായിരുന്നു. ഇതിന് പരിഹാരം തേടിയാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയത്. അലി പൂവത്തിങ്ങൽ, റിയാസ് പുളിക്കൽ, കെ ജെസി, കെ വി സമീർ, പി ഖാദർ എന്നിവർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായകൾക്ക് വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലുടനീളം അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവുനായകൾക്കായുള്ള വാക്സിനേഷൻ ആരംഭിച്ചത്. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെറ്റിനറി മെഡിക്കൽ ഓഫീസറുടെ മേൽനോട്ടത്തിലുള്ള മെഡിക്കൽ ടീമാണ് വാക്സിനേഷൻ ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് 150-ലേറെ തെരുവുനായകൾക്ക് വാക്സിനേഷൻ പൂർത്തീകരിച്ചു. കുത്തിവയ്പ് നാളെയും തുടരും. പരിശീലനം ലഭിച്ച ഡോഗ് ക്യാച്ചർമാർ പ്രത്യേകം തയ്യാറാക്കിയ വല ഉപയോഗിച്ച് തെരുവുനായകളെ പിടികൂടുകയും തുടർന്ന് വാക്സിൻ കുത്തിവയ്ക്കുകയുമാണ് ചെയ്യുന്നത്. പട്ടാമ്പിയിലെ റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടികൾ മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസം റോഡ് വിഷയത്തിൽ മുഹമ്മദ് മുഹ്സിൻ MLA-യുടെ നേതൃത്വത്തിൽ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരപരിപാടികൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബന്ധപ്പെട്ടവർ റോഡ് വിഷയത്തിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിലെ റോഡ് തകർച്ചയ്ക്കെതിരെ തിങ്കളാഴ്ച നിൽപ്പ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് മുഹ്സിൻ MLA വ്യാപാരികളുമായി ചർച്ച നടത്തിയിരുന്നു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം. റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനാവശ്യമായ നടപടികളും ബന്ധപ്പെട്ടവർ യോഗത്തിൽ വിശദീകരിച്ചു. ബന്ധപ്പെട്ടവരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധ പരിപാടികൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി റോഡിലെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഒരു നിൽപ്പ് സമരം എന്ന ഒരു സമര പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മുഹ്സിൻ അവർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KRFB, PWD, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, നിലവിൽ ഈ പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അടക്കമുള്ള നഗരസഭയുടെ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നങ്ങളല്ല, സ്വാഭാവികമായിട്ടും പട്ടാമ്പി പ്രദേശത്തൂടെ പോകുന്ന എല്ലാവരുടെയും, പട്ടാമ്പിക്കാരുടെ എന്നുള്ളതിലുപരി പട്ടാമ്പി പ്രദേശത്ത് പോകുന്ന എല്ലാവരുടെയും വിഷയമെന്ന രീതിയിൽ അതിനെ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച സമയത്ത് നമ്മളുടെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതിനൊരു മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരൊരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ചോദിച്ചു. പക്ഷെ നമ്മൾക്ക് അവിടെ പറയാൻ
ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത്, നിലവില് മേലെപ്പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള ടൗണിലെ റോഡ് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ എത്രയും പെട്ടെന്ന് അത് നല്ല രീതിയിൽ, കാരണം ഇപ്പോഴും അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നിരുന്നാലും സ്ഥിരമായിട്ട് നല്ല രീതിയിൽ അത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം, ഒരു ടാറിങ് ഉൾപ്പെടെയുള്ള ഒരു കാര്യം നടത്തണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിലവില് വളരെ ഏറെ കാലമായിട്ട് നീണ്ടുപോകുന്ന ഈ ഒരു നിള-IPT റോഡിന്റെ പ്രവർത്തനം ദ്രുതഗതിയിലാക്കിക്കൊണ്ട് വ്യാപാരികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്കും പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് അത് പര്യവസാനിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 2-2.5 മണിക്കൂറോളം അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ളവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഒരു ഉറപ്പ്, ഈ 2 ദിവസം, അതായത് ഇപ്പൊ നിലവിൽ നമുക്കൊക്കെ അറിയാം, നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ സമാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മഴയൊന്ന് മാറുന്ന ഒരു സാഹചര്യം വന്നാൽ 2 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് മേലെപ്പട്ടാമ്പി അലക്സ് മുതൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള എല്ലാ കുഴികളടങ്ങുന്ന ഭാഗം ഫില്ല് ചെയ്തുകൊണ്ട്, ടാർ ചെയ്തുകൊണ്ട്, അതിന്റെ പാച്ച് വർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഒന്ന് പ്രധാനമായിട്ട്. മഴ മാറി നിൽക്കുന്നതോടെ മേലെപ്പട്ടാമ്പി ആർട്സ് തിയേറ്റർ മുതൽ ടൗൺ വരെയുള്ള റോഡിലെ കുഴികൾ റീടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കും. ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നുമാണ് വ്യാപാരികൾക്ക് ലഭിച്ച ഉറപ്പ്. നൽകിയ ഉറപ്പിന്മേൽ വ്യതിചലനമുണ്ടായാൽ സമരപരിപാടികളുമായി വ്യാപാരികൾ രംഗത്തിറങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി. ടൗണിലെ റോഡ് വിഷയം വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ലെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, സെക്രട്ടറി ആർ സന്തോഷ്, ട്രഷറർ അബുലൈസ്, മറ്റു നേതാക്കളായ സിദ്ദീഖ്, അബ്ദുൽ സത്താർ, ഹനീഫ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഇടവേള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരമൊരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിനുള്ളിൽ പാമ്പ്. പട്ടാമ്പിയിലായിരുന്നു സംഭവം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായത്. സ്കൂട്ടറിനുള്ളിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തിക്ക് ഇടവരുത്തി. പട്ടാമ്പി ഫെഡറൽ ബാങ്കിന് സമീപത്തായിരുന്നു സംഭവം ഉണ്ടായത്. കാരക്കാട് സ്വദേശി ഹൈദരാലിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത്. ഹൈദരാലിയുടെ മകൻ മഹറാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. സ്കൂട്ടറിന്റെ വൈസറിൽ പാമ്പിനെ കണ്ടതോടെ റോട്ടിലിട്ട് ഇയാൾ ഓടി. സംഭവം അറിഞ്ഞതോടെ സ്ഥലത്തുണ്ടായിരുന്നവർ ഓടിക്കൂടി. തുടർന്ന് സ്കൂട്ടർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് മേലെപ്പട്ടാമ്പിയിലെ സവാരി സൈക്കിളിൽ എത്തിച്ച് സ്കൂട്ടറിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും അഴിച്ചാണ് പാമ്പിനെ പിടികൂടിയത്. ഏറെ നേരം പ്രദേശവാസികളെ മുൾമുനയിൽ നിർത്തിയാണ് സ്കൂട്ടറിനുള്ളിലെ പാമ്പിനെ എടുക്കാനായത്. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും ഭക്തി നിർഭരമായി. വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. 4 ആനകളാണ് ആനയൂട്ടിൽ അണിനിരന്നത്. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തി നിർഭരമായി. രാവിലെ ക്ഷേത്രതന്ത്രി കാലടി പടിഞ്ഞാറടുത്ത് ശങ്കറുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിയത്. തുടർന്ന് പ്രത്യക്ഷ ഗജപൂജയും നടന്നു. വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു ആനയൂട്ട്. മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മോഹനചന്ദ്രൻ ആദ്യ ഉരുള നൽകിക്കൊണ്ട് ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ എന്ന ഗജവീരനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ടായിരുന്നു ഗജപൂജ നടത്തിയത്. തടത്താവിള ശിവ, ഗോപികൃഷ്ണൻ, കൊടുമൺ ശിവശങ്കരൻ എന്നിവരടക്കം 4 കരിവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. നിരവധി ഭക്തജനങ്ങളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ശ്രീകാന്ത് എമ്പ്രാന്തിരി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ TM വാസുദേവൻ നമ്പൂതിരി, പ്രസാദ് വാര്യർ, EM ഗണപതി നമ്പൂതിരി, PM വാസുദേവൻ നമ്പൂതിരി, അനൂപ്, ഹർഷ തുടങ്ങിയവരും ക്ഷേത്ര സേവാസമിതി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. മലമൽക്കാവ് മനോജ് മാരാരും സംഘവും വാദ്യമേളങ്ങൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ ഞായറാഴ്ച വൈകുന്നേരം മഹാദീപാരാധന, അപ്പം മൂടൽ, മഹാഭഗവത് സേവ, സർവേശ്വര പൂജ തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ആനകളെ
നിർത്തിയിരിക്കുന്നതിന് വടക്ക് ഭാഗത്തായി വഴിയായിരിക്കേണ്ടത് വോളണ്ടിയർമാരെ കാണിച്ച് ഉദ്ഘാടനത്തിന് ശേഷം ഓരോരുത്തരായി 4 ആനകൾക്കും ഓരോ ഉള്ള കൃഷ്ണകുമാർ പരമേശ്വരൻ സരസ്വതി ശ്രീദേവി നാരായണൻ രാജേഷ് ലക്ഷ്മി സാന്ദ്ര കൂറ്റനാട് പെരിങ്ങോട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിരുനട മുഴുവനായി പിച്ചള കൊണ്ട് പൊതിഞ്ഞ് ദേവിക്ക് സമർപ്പിച്ചു. ഭാഗവതപ്രിയൻ ഒ വേണുഗോപാൽ കുന്നംകുളമാണ് ഭക്തജനങ്ങളെ സാക്ഷിയാക്കി തിരുനട ദേവിക്ക് സമർപ്പിച്ചത്. സമർപ്പണ ചടങ്ങിന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ സേതുമാധവൻ നായർ അധ്യക്ഷനായി. ചടങ്ങിൽ ശില്പി ദേശമംഗലം ശങ്കരനാരായണനെയും സഹപ്രവർത്തകരെയും ആദരിച്ചു. 58-ാം വയസ്സിൽ BA ബിരുദം നേടിയ ശ്രീദേവി പ്രഭാകരനെയും പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് ആദരിച്ചു. ക്ഷേത്രം തന്ത്രി തത്താണത്തുമന നാരായണൻ നമ്പൂതിരി, KP ശൈലജ, ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി KB സുധീർ, ശശീന്ദ്രൻ കാഞ്ഞുള്ളി, രാജു അയനിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രജോഷ് ചാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ തായമ്പകയും പെരിങ്ങോട് സിംഗേഴ്സ് അവതരിപ്പിച്ച സംഗീതാർച്ചനയും ഉണ്ടായി. ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് VS കൃഷ്ണ സംഗീതാർച്ചനയിൽ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി മംഗലത്തുമന ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും വൈകിട്ട് ക്ഷേത്രം തന്ത്രി തത്താണത്തുമനയിൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാഭഗവത് സേവയുമുണ്ടായി. ചടങ്ങുകളുടെ ഭാഗമായി രാവിലെ പെരിങ്ങോട് ഉണ്ണികൃഷ്ണനും സംഘവും മദ്ദളക്കിളി, വൈകിട്ട് പെരിങ്ങോട് മണികണ്ഠനും ശിഷ്യരും ചേർന്ന് സോപാന സംഗീതം, മുല്ലയ്ക്കൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമജപം എന്നിവയും നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായി. മേര യുവഭാരത് തൃശൂർ, നെഹ്റു സ്മാരക വായനശാല തളി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാർഗിൽ വിജയദിനം ആഘോഷിച്ചു. പരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ പ്രസിഡന്റുമായ CU അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് TPA ഹമീദ്, സിന്ധു ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ശേഷം വിമുക്ത ഭടന്മാരായ നരിക്കുഴിയിൽ കുമാരൻ നായർ, AV ശ്രീധരൻ, ചന്ദ്രൻ ചങ്കരത്ത്, സച്ചിദാനന്ദൻ ചേലിക്കാട്ടിൽ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നവമാധ്യമ കാഴ്ച. ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവരെ തോണ്ടാൻ പോകുന്ന ചിലരുണ്ട്. എന്നിട്ടോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന ഭാവവും. ഇവിടെ പൂച്ചയാശാനാണ് ആ പുള്ളി. കിഴൂരിൽ നിന്ന് R ജിൻ നൽകിയ ദൃശ്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.